പറ്റും നിങ്ങളുടെ കൂടെ നിന്നിട്ട് നിങ്ങൾക്കെതിരെ പ്രവർത്തിക്കുന്ന സുഹൃത്തുക്കൾ ആരാണെന്ന്. അവരുടെ മുന്നിൽ നിങ്ങൾ വീണ്ടും വിഡ്ഢികളാവാൻ നിന്ന് കൊടുക്കാതിരിക്കുന്നത് നല്ലതായിരിക്കും. സൗഹൃദ സംഭാഷണങ്ങൾ നടത്തുമ്പോൾ കൂടുതലും തൊഴിൽപരമായ രഹസ്യങ്ങൾ പറയാതിരിക്കുന്നത് നല്ലതാണ്. കുഞ്ഞുങ്ങളെ സംരക്ഷിക്കുവാൻ വേണ്ടി കഠിനാധ്വാനം ചെയ്യുന്ന വ്യക്തികൾക്ക് നിങ്ങളുടെ ജീവിതം മറന്നുകൊണ്ട് അവർക്ക് വേണ്ടി കഠിനാധ്വാനം ചെയ്തു കഴിഞ്ഞാൽ നാളെ നിങ്ങളുടെ ജീവിതം ജീവിച്ച് തീർക്കുവാൻ സാധിക്കാതെ വരുന്ന ഒരവസ്ഥയാണ് കാണുന്നത്. ആത്മാർത്ഥമായും കുഞ്ഞുങ്ങൾക്ക് വേണ്ടി എല്ലാ കാര്യങ്ങളും ചെയ്യുക, അതിനോടൊപ്പം നിങ്ങളുടെയും സുഖ സൗകര്യങ്ങൾ അല്ലെങ്കിൽ നിങ്ങളുടെ ആ ഒരു സന്തോഷവും മുന്നിൽ കണ്ട് ജീവിക്കുകയും ചെയ്യുക. അപ്പോൾ എല്ലാവരും പറയാറുണ്ട്, ഞാൻ ജീവിച്ചത് മൊത്തം നിങ്ങൾക്ക് വേണ്ടിയാണ്. കാരണം അവസാനം ഈ കുഞ്ഞുങ്ങൾ നമ്മളെ സംരക്ഷിക്കുവാനുള്ള സാധ്യതയെല്ലാം കുറവാണ്. നമ്മളുടെ നിലനിൽപ്പും കൂടി നോക്കിയിട്ട് വേണം കുഞ്ഞുങ്ങളെ സംരക്ഷിക്കുവാനും അവരുടെ വേണ്ടി നമ്മുടെ സമ്പാദ്യം പൂർണ്ണമായും ചിലവാക്കുവാനും. കുഞ്ഞുങ്ങൾക്ക് വസ്തു, വീട് അല്ലെങ്കിൽ നമ്മുടെ ബാങ്ക് ബാലൻസ് ഇതെല്ലാം കൊടുക്കുമ്പോൾ നമുക്കുള്ളത് മാറ്റിയതിന് ശേഷം മാത്രം കൊടുക്കുക. അവരിൽ നിന്നും നമുക്ക് ചതിവുകൾ പറ്റാൻ സാധ്യത കൂടുതലായി കാണുന്നുണ്ട്. ഉത്തരവാദിത്തമില്ലാത്ത ജോലിക്കാരെ, നിങ്ങളുടെ ഒരു ബിസിനസ് സ്ഥാപനമാണെന്നുണ്ടെങ്കിൽ അതിൽ ഉത്തരവാദിത്തമില്ലാത്ത ജോലിക്കാരെ പിരിച്ചുവിടുകയും വിശ്വാസമില്ലാത്ത ആൾക്കാരെ ഒഴിവാക്കുകയും ചെയ്യുന്നത് വളരെ നല്ലതായിരിക്കും. ജോലി സ്ഥലത്ത് ഉത്തരവാദിത്തമില്ലാത്തവരെ ബിസിനസ്സിൽ നിന്നും മാറ്റുക. നിങ്ങളുടെ കൂടെ നിൽക്കുന്നവർ നിങ്ങളോട് വിശ്വാസമില്ല എന്നുണ്ടെങ്കിൽ അവരുമായി പിന്നെ സൗഹൃദത്തിൽ പോകാതിരിക്കുന്നത് വളരെ നല്ലത് തന്നെയാണ്. കാർഷിക മേഖലകളിൽ ഒരുപാട് നേട്ടങ്ങൾ ഉണ്ടാകുകയും ധനം സമ്പാദിക്കുവാൻ സാധിക്കുകയും ചെയ്യുന്ന ഒരു വർഷം തന്നെയാണ്. നിങ്ങൾ ആത്മാർത്ഥമായി ആ മേഖലയിൽ വർക്ക് ചെയ്ത് കഴിഞ്ഞാൽ, അതിൽ ബിസിനസ് ചെയ്യുന്ന വ്യക്തിയാകാം, അല്ലെങ്കിൽ അത് നിങ്ങൾ കൃഷി ചെയ്യുന്ന വ്യക്തിയാവാം, ഏത് മേഖലയിൽ പ്രവർത്തിച്ചാലും നേട്ടങ്ങൾ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. ഈശ്വര ആരാധനയും ഭഗവാന് വേണ്ടിയുള്ള സമർപ്പണവും സൽക്കർമ്മങ്ങളും അന്നദാനങ്ങളും ചെയ്ത് നിങ്ങളുടെ ദോഷങ്ങൾ മാറ്റി നിങ്ങൾക്ക് ജീവിതത്തിൽ വിജയം കൈവരിക്കുവാൻ സാധിക്കും. വിദേശ നാടുകളിൽ പോകുവാൻ ആഗ്രഹിക്കുന്ന വ്യക്തികൾക്ക് ഉറപ്പായും പോകുവാൻ സാധിക്കുന്ന ഒരു വർഷം തന്നെയാണ്. എന്തെല്ലാം തടസ്സങ്ങളുണ്ടായാലും ബുദ്ധിമുട്ടുണ്ടായാലും നിങ്ങൾക്ക് നേട്ടങ്ങൾ വരുന്നത് ഈ ഒരു കാര്യത്തിലാണ്. വിദേശത്താണ് നിങ്ങൾ വിദ്യാഭ്യാസം ചെയ്യുവാൻ ആഗ്രഹിക്കുന്നു എന്നുണ്ടെങ്കിൽ വിദ്യാഭ്യാസപരമായി നേട്ടമുണ്ടാകുന്നു, വിജയമുണ്ടാകുന്നു. അവിടെ ജോലിക്ക് പോകാൻ ആഗ്രഹിക്കുന്നു എന്നുണ്ടെങ്കിൽ ജോലിയിൽ നേട്ടങ്ങളുണ്ടാകുന്നു, വിജയങ്ങളുണ്ടാകുന്നു, ധനലാഭങ്ങളുണ്ടാകുന്നു. അങ്ങനെ ഒരുപാട് പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ വരുവാൻ സാധ്യത വളരെ കൂടുതലായി കാണുന്ന ഒരു വർഷം തന്നെയാണ്. ഇനി വിദേശത്ത് നിന്ന് നാട്ടിലേക്ക് വരുവാൻ